ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ വളരെ സിമ്പിളായിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ളൊരു പപ്പടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് ചോറിലേക്കും ഏതിലേക്കും നമുക്ക് സൈഡായിട്ട് ഉണ്ടാക്കിയെടുക്കാനും കൂടെ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാനൊരു മൺചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിൽ വെച്ച് തന്നെ ചെയ്തെടുക്കണേ, അങ്ങനെ നമ്മൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അതിലേക്ക് 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണോളം തന്നെ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ കടുക് ഒന്ന് പൊട്ടി വരുന്നവരെ ഒന്നങ്ങ് വെയിറ്റ് ചെയ്യാം. കടുകൊന്ന് പൊട്ടിയിട്ട് വന്ന അതിലേക്ക് ഞാനിത് ഒരു 3 വറ്റൽമുളകൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ 2 അല്ലെങ്കിൽ 3 തണ്ട് കറിവേപ്പിൻ്റെ ഇല കേട്ടോ, അതും കൂടി അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കുക. ഫ്ലെയിം സിമ്മിലോട്ട് മാറ്റിയിട്ട് വേണം ഇതൊക്കെ ചെയ്തെടുക്കാൻ കേട്ടോ. ചട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ പുക ആളിയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ഞാനൊരു 20ഓളം ചെറിയ ഉള്ളി ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ള കേട്ടോ. കുറച്ച് വലിപ്പമുള്ളതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 10-25ഓളം തന്നെ വെളുത്തുള്ളിയുടെ അല്ലി ഞാൻ ഇതുപോലെ ഒന്ന് നീളത്തിലാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയിട്ട് എടുക്കണം. ഉള്ളിയൊക്കെ നല്ല പോലെ ഒന്ന് വഴന്ന് വരട്ടെ, അതുവരെ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ തൊട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണുമായി തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൻ വരും. അതിലാളെന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്താൽ മാത്രമേ ഞാൻ ഇതുപോലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഉള്ളിയൊക്കെ ഏകദേശം നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് വഴന്ന് വന്നാൽ പിന്നെ അതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസിലെ തക്കാളിയാണ് കേട്ടോ. അധികം പുളിയില്ലാത്ത തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയിട്ട് എടുക്കണം കേട്ടോ. തക്കാളിയൊക്കെ നല്ല പോലെ ഒന്ന് ഉടഞ്ഞ് വരുന്നവരെ കുറച്ച് ടൈം നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയിട്ട് എടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ ഏകദേശം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് വഴറ്റിയിട്ട് എടുക്കണം. ഒന്ന് നന്നായിട്ട് ഉടഞ്ഞ് വരണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ തവി വെച്ചിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്നങ്ങ് ഉടച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം സാധാ എരിവുള്ള മുളക് പൊടി ആട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ മുകളിൽ കണ്ട് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതെല്ലാം കൂടെ ഫ്ലെയിം സിമ്മിലോട്ട് മാറ്റിയിട്ട് നന്നായിട്ടൊന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കണം. ഫ്ലെയിം എപ്പോഴും കുറച്ചിട്ട് വേണം കേട്ടോ നമ്മളിതൊക്കെ ചെയ്തെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് കളർ മാറിയിട്ട് പോവുകയും ചെയ്യും, കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയിട്ടെടുക്കുക, അതിൻ്റെ ആ ഒരു പച്ചച്ചുവക്കൊന്ന് പോകുന്നവരെ. അപ്പോൾ അത് നന്നായിട്ട് വഴറ്റിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 1/2 കപ്പോളം പുളിയുടെ വെള്ളമാണ് കേട്ടോ. ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ വെള്ളം ഒന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ, പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതങ്ങ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു 2.5 കപ്പോളം പച്ചവെള്ളം കേട്ടോ, ഞാൻ 2.5 കപ്പോളം വെള്ളമാണ് എടുത്തിട്ടുള്ളത്, അതങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് ടൈം നമുക്കിതൊന്ന് അടിച്ച് വെച്ചിട്ട് ഒന്ന് വെള്ളം നിങ്ങൾ കുറുക്കിയിട്ട് എടുക്കണം. അപ്പോൾ കുറച്ച് ടൈം ഒരു 5 മിനിറ്റോളൊക്കെ വെച്ചാൽ മതി കേട്ടോ. അപ്പോഴേക്കന്നെ ഒന്നിങ്ങനെ കുറുകിയിട്ട് വരും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയേ. ഇപ്പോൾ അത് 5 മിനിറ്റോളൊക്കെ ആയിട്ടുണ്ട്. കറി നന്നായിട്ട് കുറുകിയിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് പപ്പടം വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഞാനിവിടെ ഒരു ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള ഒരു 6 പപ്പടം ആട്ടോ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ളതുകൊണ്ടാണ് ഞാനിവിടെ 6 എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ചെറുതൊക്കെ ആണെങ്കിൽ ഒരു 8 എടുക്കുക കേട്ടോ. അത് നന്നായിട്ട് ഇങ്ങനെ കുഞ്ഞാക്കി പൊടിച്ചിടാൻ പാടില്ല. അത്യാവശ്യം വലിപ്പമായിട്ട് തന്നെ ഇതുപോലെ അങ്ങ് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കുറച്ച് വലിപ്പത്തിൽ വേണമെന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് പതുക്കെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഇതുപോലെ. അതിന് ശേഷം നമ്മളിതിലേക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 1/2 കപ്പോളം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ. ഈ ഒരു തേങ്ങാപ്പാലും കൂടി ഇതിലേക്ക് ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു കറിക്ക് ഉണ്ടാവുക.
അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 2 അല്ലെങ്കിൽ 3 പച്ചമുളക് കേട്ടോ നീളത്തിലേക്ക് ഇത് കട്ടാക്കി എടുത്തിട്ടുള്ളതാണ്, അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 തണ്ടോളം കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുക. കറി ഒന്നങ്ങ് ചൂടായിട്ട് വന്നാൽ മതി കേട്ടോ, ജസ്റ്റ് ഒന്നങ്ങ് ചൂടായിട്ട് വന്നാൽ മതി. ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. തേങ്ങാപ്പാൽ ഒഴിച്ചതുകൊണ്ട് തന്നെ അധിക ടൈം നമ്മൾ തിളപ്പിക്കാനായിട്ട് വെക്കരുത്. അപ്പോൾ ഇതാ കറി ഒന്നങ്ങ് ചൂടായിട്ട് വന്നപ്പോൾ ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കറി റെഡിയാക്കി എടുക്കാൻ. വളരെ സിമ്പിളായിട്ട് എന്നാൽ ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പപ്പടക്കറിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.